ഡിസ്കസ് ചെയ്യാൻ പോകണം മെഗ് 14 ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആണ്. ബേർഡ്സ് എന്നൊരു കഥയാണ് ബൈ നിർമ്മൽ വർമ്മ. ഈ കഥ കഥ നടക്കുന്നത് തന്നെ ഒരു ഹിൽ സ്റ്റേഷനിലാണ്. ഒരു കോൺവെൻറ്റ് ബോർഡിംഗ് സ്കൂളിൽ വെച്ചാണ്. ഒരു മഞ്ഞുകാലമായതിനാൽ അവധിക്കാലമാണ്. അപ്പോൾ കുട്ടികളും അവിടെ വർക്ക് ചെയ്യുന്ന മെജോറിറ്റി സ്റ്റാഫ്സും അവരെല്ലാം വെക്കേഷന് പോയ ടൈമിലാണ് ഇത്. അവിടെ ആകെ കുറച്ച് പേര് മാത്രമേ അവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റും മഞ്ഞും തണുപ്പും വലിയ നിശബ്ദതയുമായിരുന്നു. ഈ തണുപ്പിലും ശൂന്യതയിലും കഥാപാത്രങ്ങളുടെ മനസ്സിലെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ഈ ബേർഡ്സിൽ പറയുന്നത്. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം ലതികയാണ്. ലതിക ഒരു വാർഡനായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ആളുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ആളുടെ മരിച്ചുപോയ കാമുകനെ പറ്റി ഓർമ്മയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. കാമുകൻ്റെ പേര് ഗിരീഷ് എന്നാണ്. അദ്ദേഹം ഒരു ആർമി ഓഫീസറായിരുന്നു. യുദ്ധത്തിനിടയ്ക്കാണ് മരിച്ചു പോയത്. ആ ഒരു നഷ്ടത്തിൽ നിന്ന് ഇന്നും അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ മുഖർജിയാണ്. അദ്ദേഹം ബർമയിൽ നിന്ന് വന്ന ഇവിടെ താമസിക്കുന്ന ഒരാളാണ്, ഒരു ഡോക്ടറാണ്. അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആളുടെ ഭാര്യയുടെ മരണം, നാട് വിട്ട് വേറെ നാട്ടിൽ വന്ന് താമസിക്കാൻ. എങ്കിലും ജീവിതത്തെ ഒരു പ്രായോഗികമായി കാണുന്ന ആളാണ് അദ്ദേഹം. അടുത്തതുള്ള മിസ്റ്റർ ഹ്യൂബർട്ടാണ്. അവിടുത്തെ ഒരു മ്യൂസിക് ടീച്ചറാണ്. ഇദ്ദേഹം ലതികയോട് പ്രണയമുണ്ടെങ്കിലും അത് ലതികയുടെ അടുത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഹ്യൂബർട്ടും ഉള്ളിൽ വലിയൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരാളാണ്. ഈ കഥയിൽ മെയിനായിട്ട് പറയുന്ന ലതിക ആളുടെ ഭൂതകാലത്തിൽ പാസ്റ്റിൽ സ്റ്റിൽ ആൾ സ്റ്റക്കായിട്ട് നിൽക്കുക എന്നതാണ് പറയുന്നത്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരാൾക്ക് വേണ്ടി അവർ ഇപ്പോഴും ഉള്ളിൽ എവിടെയോ കാത്തിരിക്കുന്നു. തൻ്റെ ജീവിതം അതോടെ തീർന്നു എന്ന് കരുതിയ ഒരു മട്ടിലാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. ഇതിനിടയിലാണ് ഹ്യൂബർട്ട് ലതികയോട് തൻ്റെ പ്രണയം പറയുന്നത്. കത്തിലൂടെയാണ് ഇത് അറിയിക്കുന്നത്. പക്ഷേ ലതിക ആ പ്രണയം സ്വീകരിച്ചില്ല, നിരസിക്കുകയാണ് ചെയ്തത്. സ്വീകരിക്കാൻ ആൾക്ക് സാധിച്ചില്ല. കാരണം അവരുടെ മനസ്സിൽ ഇപ്പോഴും പഴയ ഓർമ്മകളാണ്. ഇതിനിടയ്ക്ക് ഡോക്ടർ മുഖർജിയും ലതികയും തമ്മിലൊരു സംഭാഷണയിടയിൽ പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ജീവിതം നമ്മളെ മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകും എന്ന്. നമ്മൾ അതിൻ്റെ കൂടെ പോയിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യണമെന്ന്. ഈ കഥയുടെ എൻഡിൽ ലതികയ്ക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. തൻ്റെ കാമുവിൻ്റെ ഓർമ്മകളൊരു തടവറയാക്കി മാറ്റിയിരിക്കുകയാണെന്നും ജീവിതം മുന്നോട്ട് പോകേണ്ടതാണെന്നും അവർ മനസ്സിലാക്കുന്നു. ഒരു വലിയ മാറ്റമില്ലെങ്കിലും ആ ഓർമ്മയിൽ നിന്ന് പതിയെ മോചിതമാകാൻ ലതിക തയ്യാറാകുന്നതാണ് കഥ അവസാനിക്കുന്നത്. ഈ ബേർഡ്സ് എന്ന സ്റ്റോറിയിൽ അവർ അവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നുണ്ട്. കാരണം അവർ വാല്യൂ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പിന്. ലതിക സ്റ്റില്ലൊരു അൺക്ലിയർ ആണ് അവളുടെ ഫ്യൂച്ചറിനെ പറ്റി. പിന്നെ ഈ സ്റ്റോറിയിൽ ഹ്യൂബർട്ട് ഈ സ്റ്റോറിയുടെ ഹാർട്ടായിട്ടും ഈ ഡോക്ടർ മുഖർജി ഈ ഒരു സ്റ്റോറിയുടെ ബ്രെയിനായിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. ഈ ടൈറ്റിലിൻ്റെ പേര് തന്നെ ബേർഡ്സ് എന്നാണ്. ഇതെന്താണെന്ന് വെച്ചാൽ പക്ഷികൾ എല്ലാ കാലത്തും ഒരു സ്ഥലത്ത് നിൽക്കാറില്ല. അത് ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച്, സീസൺ മാറുന്നതനുസരിച്ച് അവരും മറ്റ് നാടുകളിലേക്ക് പറന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും മഞ്ഞുകാലത്ത് ദൂരപ്രദേശങ്ങളിൽ നിന്ന് പറന്ന് വന്ന് കുറച്ച് നാൾ ഈ ഹിൽ സ്റ്റേഷനിൽ തങ്ങി പിന്നീട് വേറെ എങ്ങോട്ടോ പറന്നു പോകുന്ന പക്ഷികളാണ് ഈ കഥയിലെ പ്രധാന പ്രതീകം. അതുപോലെ തന്നെയാണ് ഈ കഥയിലെ ലതികയും ഡോക്ടറും ഹ്യൂബർട്ടും എല്ലാം എവിടെ നിന്നോ വന്നിട്ട് ഇവിടെ ഒറ്റപ്പെട്ടു പോയവരാണ്. അവർക്ക് സ്ഥിരമായൊരു ഇടമില്ല. ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ കഴിയാതെ അലയുന്ന മനുഷ്യരെയാണ് ഈ ബേർഡ്സ് എന്ന് സൂചിപ്പിക്കുന്നത്.